എല്ലാ കൂട്ടുകാർക്കും ട്രാവൽ ഗ്രാം ബൈ ജോബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ നാടായ തൊടുപുഴയിലാണ്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ തൊടുപുഴ മുനിസിപ്പാലിറ്റിപ്പെട്ട തൊടുപുഴയുടെ തൊട്ടടുത്ത് കിടക്കുന്ന മുതലക്കുടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടിട്ട് കുറച്ചാളായി. വേറെ ഒന്നുമല്ല, കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞാൻ നല്ല തിരക്കിലായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാതിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് സ്ഥലത്ത് എൻ്റെ ഒരു സുഹൃത്തുമായിട്ടൊക്കെ പോകണമെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം തിരക്കായിരുന്നു, എനിക്കും അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. എന്നാൽ അതിൻ്റെ എല്ലാം കേട് തീർത്തുകൊണ്ട് ഇന്നിപ്പോൾ ഞാൻ എൻ്റെ നാടായ മുതലക്കുടത്തെ പറ്റിയുള്ള ചെറിയ വീഡിയോ ആണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ മുതലക്കുടത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽപ്പെട്ട ഒരു സ്ഥലമാണെങ്കിലും ഒരു നഗരവൽക്കരണം ഒന്നും അധികം ഏശാത്ത ഒരു ഏരിയയാണ് ഇവിടെ മുതലക്കുടം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് ഇതിൻ്റെ തൊട്ട് താഴെ ഒരു വലിയ പാടമൊക്കെ ഉണ്ട്. അത് മൊത്തം പച്ചപ്പാണ് ഇവിടെ. പിന്നെ കുറച്ചങ്ങോട്ട് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് കൃഷിയിടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു വീഡിയോ നമുക്കിന്ന് കാണാം. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സർപ്രൈസ് ആയിട്ട് ഒരു എക്സ്പ്ലോറിംഗ് വീഡിയോയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. മുതലക്കുടത്തിൻ്റെ പ്രത്യേകത എവിടെയും നിറഞ്ഞ പച്ചപ്പാണ്. അത് കാണുമ്പോൾ തന്നെ കണ്ണിനൊരു കുളിർമയാണ്. നമ്മുടെ ഈ വീടിൻ്റെ റൈറ്റ് സൈഡിൽ ഈ കാണുന്ന അതൊരു പാടമാണ്. മുതലക്കുടത്തിൻ്റെ മാത്രം പ്രത്യേകത എന്ന് നമുക്ക് പറയാവുന്നത് ഒന്ന്, ഇനിയും മണ്ണിട്ട് നികത്താത്ത പാടശേഖരവും പിന്നെ ഒരു കനാലുമാണ്. അത് നമ്മുടെ മലങ്കര ജലാശയത്തിൽ നിന്ന് വെള്ളം കൊണ്ടുവരുന്ന കനാലാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് മുതലക്കുടം ഗ്രാമത്തിൻ്റെ ജീവനാഡി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മുതലക്കുടത്തെ സ്റ്റേഡിയമാണ്. തൊടുപുഴയിലെ ഒരുമാതിരിപ്പെട്ട എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും, അതായത് ഫുട്ബോൾ കളിയോ മറ്റ് അത്ലറ്റിക് സംഭവങ്ങളെല്ലാം നടത്തുന്നത് ഈ മുതലക്കുടം ഗ്രൗണ്ടിൽ വെച്ചാണ്. അതിന് തൊട്ടടുത്ത് കാണുന്നതാണ് മുതലക്കുടം ഹൈസ്കൂള്, തൊട്ടപ്പുറത്ത് മുതലക്കുടം +2. ആ സ്കൂളിൻ്റെ തൊട്ടപ്പുറത്താണ് കേട്ടോ നമ്മുടെ മുതലക്കുടം പള്ളിയും മെയിൻ റോഡും ഒക്കെ. പിന്നെ ആ വഴി ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വഴി നേരെ പോകുന്നത് ഉടുമ്പന്നൂര്, കരിമണ്ണൂര്, വണ്ണപ്പുറം അങ്ങോട്ടൊക്കെ പോകുന്ന വഴിയാണ്. മുതലക്കുടത്തേക്കുള്ള വഴി നമുക്ക് തൊടുപുഴയിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് നമ്മുടെ വെങ്ങല്ലൂർ മങ്ങാട്ടുകവല നാലുവരിപ്പാതയാണ് കേട്ടോ. ഇത് നേരെ വന്ന് നിൽക്കുന്നത് മങ്ങാട്ടുകവലയാണ്. മങ്ങാട്ടുകവലയിൽ നിന്നാണ് നമുക്ക് വണ്ണപ്പുറം, കരിമണ്ണൂര്, ഉടുമ്പന്നൂര് തുടങ്ങിയ എല്ലാ സ്ഥലത്തേക്കും നമുക്ക് പോകുന്നത്. എന്നാൽ ഈ വഴിയെല്ലാം പോകുന്നത് മുതലക്കുടത്ത് മുത്തപ്പൻ്റെ മുന്നിൽ കൂടെയാണ് കേട്ടോ. മുതലക്കുടത്ത് മുത്തപ്പൻ എന്ന് പറയുന്നത് ഗീവർഗീസ് ഉണ്ണിയാളിൻ്റെ മറ്റൊരു പേരാണ് കേട്ടോ. കാരണം ഈ വഴിയെല്ലാം നേരെ പോകുന്നത് ഈ നേരെ പള്ളിയുടെ ഫ്രണ്ടിൽ കൂടെയാണ് പോവുക. ഈ റോട്ടിൽ നിന്ന് അടുത്തൊരു സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നത് തന്നെ നമ്മുടെ പള്ളിയുടെ തിരുമുറ്റത്തേക്കാണ് നമ്മൾ കാലെടുത്ത് വെക്കുക. അതുകൊണ്ട് അതിലെ യാത്ര ചെയ്യുന്ന എല്ലാവരും മുത്തപ്പനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വണങ്ങി ഒരു നേർച്ചയൊക്കെ ഇട്ടിട്ടാണ് പോവുക. ഇവിടെ എല്ലാം നിറച്ച് കടകളാണ് കേട്ടോ. മുതലക്കുടം വരെ അല്ലെങ്കിൽ ഇപ്പോൾ പട്ടേക്കവല വരെ നിറച്ച് കടകളാണ്. ഇപ്പോൾ ഈ ഇടത് സൈഡിൽ കാണുന്ന ഇതാണ് മഹിമ സൂപ്പർ മാർക്കറ്റ്. നമ്മൾ സ്ഥിരമായിട്ട് വന്ന് ഈ കടയിൽ നിന്നാണ് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചത്. ഈ കട തുടങ്ങിയ കാലം മുതലേ നമ്മൾ അവിടുത്തെ ഒരു കസ്റ്റമറാണ്. ഇനി അടുത്ത നമ്മൾ പറയേണ്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് മാവിൻചോടാണ്. മാവിൻചോടിന് പണ്ടൊന്നും വലിയ പ്രത്യേകതയോ ഒരു പ്രാധാന്യമൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് ഒരു ബസ് സ്റ്റോപ്പ് എന്നതിലുപരി മറ്റൊരു പ്രാധാന്യം അവിടെ ഇല്ലായിരുന്നു. പക്ഷേ ഇന്ന് മാവിൻചോടിൻ്റെ സ്ഥിതി അതല്ല. നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ റൈറ്റ് സൈഡിൽ കാണുന്ന കടകളെല്ലാം ശരിക്കും പറഞ്ഞാൽ ഒരു മിനി തൊടുപുഴ മാർക്കറ്റ് എന്ന് നമുക്ക് മാവിൻചോടിനെ വിശേഷിപ്പിക്കാം. കാരണം തൊടുപുഴത്തെ ഒരു നല്ലൊരു ശതമാനം പച്ചക്കറി, മത്സ്യ വിപണനവും നടക്കുന്നത് ഇപ്പോൾ ഈ മാവിൻചോട്ടിലാണെന്ന് നമുക്ക് പറയാം. ഇപ്പം നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് ഒരു ഉച്ച സമയത്താണ്. പക്ഷെ വൈകുന്നേരം ഒന്നും ഇതല്ല സ്ഥിതി. ഇവിടുത്തെ ഒരു തിരക്ക് കാരണം നമുക്ക് ഇതിലെ വണ്ടി പോലും നമുക്ക് ഓടിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. അത്രയ്ക്ക് ബ്ലോക്ക് ആയിരിക്കും ഇവിടെ. പിന്നെ ഇവിടെ റൈറ്റ് സൈഡിൽ പുതിയതായിട്ട് ഒരു റിലയൻസിൻ്റെ ഒരു സ്റ്റോർ വന്നിട്ടുണ്ട്. ഭാരതിൻ്റെ ഒരു പെട്രോൾ പമ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ മാവിൻചോട് ഇച്ചിരി ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമായി മാറി. മുതലക്കുടം ടൗണും കഴിഞ്ഞ 10 വർഷത്തെ അപേക്ഷിച്ച് ഒരുപാട് മാറിയിട്ടുണ്ട്. കാരണം ഒരുപാട് ബിൽഡിങ്ങുകളാണ് പുതിയതായിട്ട് ഇവിടെ വന്നിരിക്കുക. അങ്ങനെ നമ്മൾ മുതലക്കുടത്ത് മുത്തപ്പൻ്റെ അടുത്തേക്കാണ് നമ്മൾ എത്തിയിരിക്കുക. ഇത് ഗീവർഗീസ് സഹദായുടെ നാമധേയത്തിലുള്ള പള്ളിയാണ്. സെന്റ് ജോർജ് ചർച്ച് എന്നാണ് നമ്മുടെ ഈ പള്ളിയുടെ പേര്. നമ്മുടെ അരുവിത്തറ പോലെ വളരെ പ്രശസ്തമായ ഒരു പള്ളി തന്നെയാണ് ഈ മുതലക്കുടം പള്ളി.
ഏതാണ്ട് 700-ലധികം വർഷം പഴക്കമുള്ളതാണ് ഈ പള്ളി. പക്ഷെ ഇന്നത്തെ ഈ മോഡേൺ രൂപത്തിലേക്ക് ആയിട്ട് അത്രയും 700 വർഷം പഴക്കമില്ല, അത് പുതുക്കി പണിതാണ്. പള്ളിയുടെ പഴക്കം അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു കിണറുണ്ട്. അത് മറ്റത്തിൽ മുത്തി എന്ന് പറയുന്ന ഒരു പ്രഫിയാണ് പണ്ടുകാലത്ത് ഈ പള്ളിക്കായി സ്ഥലം കൊടുത്തത്. അവര് സ്ഥാപിച്ച ഒരു കിണറാണ്. ഈ കിണർ നിർമ്മിച്ച ഒരു ഡേറ്റ് ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇതാണ് മറ്റത്തിൽ മുത്തി എന്ന് പറഞ്ഞ ശ്രീ സ്ഥാപിച്ച കിണർ. AD 1275-ലാണ് ഈ കിണർ സ്ഥാപിച്ചത്. ഏതാണ്ട് അതേ കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മുടെ ഈ പള്ളിയും ആദ്യകാലത്ത് പണിതിരിക്കുന്നത്. ഈ കിണറ്റിലൂടെ ഒന്ന് നമുക്ക് അകത്തേക്ക് നോക്കാം. ആ കെട്ട് ഒക്കെ കണ്ടോ, ഒരു പഴയ കാലത്തെ കെട്ടാണത്. ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ്. ഇവിടെ ഇച്ചിരി മണ്ണിട്ട് ഉയർത്തിയതാണെന്ന് തോന്നുന്നു. നേരത്തെ ഇത്രയും പൊക്കം ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യം സംശയമാണ്. ഈ കിണറിന് റൈറ്റ് സൈഡ് കാണുന്നത് നമ്മുടെ മുതലക്കോടം സെന്റ് ജോർജ് UP സ്കൂളാണ് കേട്ടോ. ഇതാ മുതലക്കുടത്തെ വളരെ പ്രശസ്തമായ ഹോളി ഫാമിലി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. എനിക്ക് തോന്നുന്നു ഇന്ന് ആന്റിവനം അല്ലെങ്കിൽ പാമ്പിൻ പ്രതിവിഷം ലഭ്യമായ ഇടുക്കിയിലെ വളരെ ചുരുക്കം ചില ആശുപത്രികളിൽ ഒന്നാണ് ഈ മുതലക്കുടം ഹോളി ഫാമിലി ഹോസ്പിറ്റൽ. ഇനി നമ്മൾ പള്ളിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഇവിടെ പഴുക്കാകുളം എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോവുക. എനിക്ക് തോന്നുന്നു ഈ ഭാഗത്ത് ഏറ്റവും കൂടുതൽ കൃഷിയിടങ്ങളുള്ള ഒരു ഏരിയ ആണ്. അവിടെ നല്ലൊരു പാടശേഖരമൊക്കെ അവിടെ ഉണ്ട്. നെല്ല്, വാഴ, റബ്ബർ തുടങ്ങിയ കൃഷികളാണ് കൂടുതലുള്ളത്. നമ്മൾ നേരെ ഇടവ് സൈഡിലേക്കാണ് പോവുക. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് തന്നെ ഒരു അമ്പലമുണ്ട്. ഇത് മുതലക്കുടത്തെ ഒരു അമ്പലമാണ്. ഇത് വളരെ ഫേമസ് ആയ ഒരു സ്ഥാപനമാണ്, ജയ്ഹിന്ദ് ലൈബ്രറി. കേരളത്തിലെ ഏറ്റവും മികച്ച ലൈബ്രറിക്ക് പല പ്രാവശ്യം അവാർഡ് നേടിയ ഒരു സംരംഭമാണ് കേട്ടോ ഈ മുതലക്കുടം ജയ്ഹിന്ദ് ലൈബ്രറി. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രാധാന്യവും മുതലക്കുടത്തിനുണ്ട്. പിന്നെ ഇവിടെ മുതലാണ് ശരിക്കും നമ്മുടെ ഒരു പാടത്തെ കൃഷികളൊക്കെ വരിക. പിന്നെ നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നതൊക്കെ നല്ല ഇപ്പോഴും കൃഷിയുള്ള ഒരു പാടശേഖരം തന്നെയാണ്. ഒരുപക്ഷെ കുട്ടനാട്ടുകാർക്കോ കൂടുതൽ ഇതുപോലെ നെൽപ്പാടങ്ങൾ ഉള്ളവർക്കൊന്നും ഇതൊക്കെ കാണുമ്പോൾ പ്രത്യേകിച്ച് ഒരു പുതുമയൊന്നും തോന്നത്തില്ല. പക്ഷേ നഗരങ്ങളിൽ കൂടുതൽ വസിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇതിലെ ഒന്ന് നടന്നു വരണം, അല്ലെങ്കിൽ കണ്ടത്തിൽ കൂടെയൊക്കെ ഇറങ്ങുമ്പോഴാണ് അതിൻ്റെ ഒരു സന്തോഷം നമുക്ക് തോന്നുക. ഈ പഴുക്കാവുമ്പഴി നേരെ ചെല്ലുന്ന ചെറിയൊരു ജംഗ്ഷൻ നമുക്ക് പറയാം. ഇതൊരു കനാലിന്റെ അടുത്തേക്കാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുക. ഈ കനാൽ അങ്ങ് മലങ്കരയിൽ നിന്ന് വരുന്ന കനാലാണ്. ഇവിടുന്ന് നമ്മൾ നേരെ റൈറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നേരെ പട്ടയംകവല എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് ചെല്ലുക. ഇവിടെ എഴുതിയിട്ടുണ്ട് MVIP വലതുകര കനാൽ പഴുക്കാകുളം. മലങ്കര ജലാശയത്തിൽ വെള്ളമുള്ള കാലത്തോളം ഈ കനാലിലും വെള്ളം ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഇവിടുത്തെ പച്ചപ്പും ഈ പാടത്തെ ജലലഭ്യതയൊക്കെ നിലനിർത്തുന്നതിൽ ഈ കനാലിന് ഒരു അതിയായ ഒരു പ്രാധാന്യമാണ് ഉള്ളത്. നല്ല ആഴമുണ്ട് കേട്ടോ ഈ കനാലിന്, അത്യാവശ്യം നല്ല ഒഴുക്കുമുണ്ട്. ഇപ്പം ഞാൻ ഈ വണ്ടി വെച്ചിരിക്കുന്നത് ഒരു മരത്തിൻ്റെ ചുവട്ടിലാണ്. അപ്പോൾ ആ മരമാണെങ്കിൽ അങ്ങനെ പടർന്ന് ഈ ശരിക്കും റോട്ടിൽ കൂടെ പോകുന്ന ആൾക്കാർക്കൊക്കെ മാക്സിമം തണൽ നൽകുന്ന രീതിയിലാട്ടോ ആ മരത്തിൻ്റെ ശിഖരങ്ങളൊക്കെ പോയിരിക്കുന്നത്. എന്നാൽ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് അത് അങ്ങനെ കാര്യമായിട്ട് പോയതായിട്ട് തോന്നുന്നുമില്ല. ഇനി ആരെങ്കിലും വെട്ടിക്കളഞ്ഞാണെന്ന് അറിയാൻ പറ്റില്ല. എന്താണേലും ഒരു ആല് പോലെ, പക്ഷെ ആലല്ല, പക്ഷെ എന്താണേലും ഒരു നല്ലൊരു ഇത് നേരെ ഒരു മേൽക്കൂര പോലെയാണ് ഈ മരത്തിൻ്റെ ഓരോ ശിഖരങ്ങളൊക്കെ പോയിരിക്കുക. അപ്പോൾ നമുക്ക് ഈ വഴി തന്നെ ലേശം നമുക്ക് മുന്നോട്ടൊന്ന് പോയി നോക്കാം. അപ്പോൾ ഈ കനാലൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ കുട്ടനാടും അല്ലെങ്കിൽ ആലപ്പുഴയൊക്കെ നമ്മൾ പോകുമ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ചില കായൽ ഇങ്ങനെ കൈവഴികളായിട്ടൊക്കെ പോകുന്ന ഒരു ഫീലാണ് നമ്മളിത് കാണുമ്പോൾ നമുക്ക് തോന്നുക. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മളൊരു കുട്ടനാടൻ പ്രദേശമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും സംശയിക്കത്തില്ല. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത യാത്ര എന്ന് പറയുന്നത് അടുത്തൊരു വ്യൂ പോയിന്റിലേക്കാണ്, ചാലാശ്ശേരി വ്യൂ പോയിന്റ്. അതേയോ ആരും ഒന്നും കടന്നു വരാത്ത ഒരു മേഖലയാണ് ഈ ചാലാശ്ശേരി വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. അതൊരു കുരിശുമലയാണ്. ഇനി നമുക്ക് അവിടുത്തെ കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ചെല്ലുന്നത് നമ്മൾ ഈ പട്ടയംകവല, ആദ്യം പറഞ്ഞ പട്ടയംകവല എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്നിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അത് നമ്മുടെ ഈ പട്ടയംകവല ജംഗ്ഷനിൽ നിന്ന് നമ്മൾ ആദ്യം കണ്ട കനാൽ അത് ക്രോസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് രണ്ടാമത്തെ റൈറ്റാണ് ഞാൻ എടുത്തത്. മൂന്നാമത് ഒരു റൈറ്റും കൂടി എടുത്തു കഴിഞ്ഞാൽ അങ്ങനെയും ഈ ചാലാശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ പറ്റും. ഞാൻ ആദ്യമായിട്ടാണ് ഈ ചാലാശ്ശേരിക്ക് പോവുക. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ വെച്ചാണ് ഞാൻ ഇതിലെ പോയത്. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ റൈറ്റ് എടുത്തു. ഇവിടുന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ അടുത്ത് ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ ആർപ്പാമറ്റം എന്ന് പറഞ്ഞൊരു ചെറിയൊരു സ്ഥലമുണ്ട്, ചെറിയൊരു ജംഗ്ഷനുണ്ട്. അവിടെ നിന്ന് നേരെ ലെഫ്റ്റ് കയറണം. അത് അങ്ങനെ ഏകദേശം വീണ്ടും ഒരു 1 കിലോമീറ്റർ അല്ലെങ്കിൽ 2 കിലോമീറ്റർ അടുത്ത ചെറിയൊരു ജംഗ്ഷൻ ഉണ്ട്. ആ ജംഗ്ഷനിൽ നിന്ന് നേരെ റൈറ്റ് പിടിച്ചു കഴിഞ്ഞാൽ ശാരദക്കവല എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് എത്തിച്ചേരും. ഈ അടുത്ത നാളുകളിലും കണ്ട് ടാർ ചെയ്ത റോഡുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് റോട്ടിൽ കൂടെയുള്ള യാത്രയൊന്നും വലിയ ബുദ്ധിമുട്ടായൊന്നുമില്ല, നല്ല റോഡുകളായിരുന്നു. ഇത് ഈ കാണുന്ന ജംഗ്ഷനിൽ നിന്ന് നമുക്ക് റൈറ്റ് തിരിഞ്ഞ് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് കണ്ടതാണ് ഈ വണ്ടികളൊക്കെ നിരത്തി ഇട്ടേക്കുന്നത് കണ്ടോ. ഇതാണ് ജോഷിന്റെ വർക്ക്ഷോപ്പ്. അപ്പോൾ ജോഷിന്റെ വർക്ക്ഷോപ്പ് എന്നാന്ന് നിങ്ങൾ പലർക്കും പരിചയം കാണില്ല, പക്ഷേ ടാക്സി വണ്ടി ഓടിക്കുന്നവർക്കൊക്കെ അറിയാം. കാരണം കേരളത്തിലെ പ്രശസ്തമായ ടെമ്പോ ട്രാവലർ വാഹനങ്ങളുടെയൊക്കെ ബോഡി പണിയുന്ന സ്ഥാപനമാണ് ജോഷിന്റെ വർക്ക്ഷോപ്പ്. അത് ഇവിടെയാണ്. നേരത്തെ പണ്ട് നമ്മൾ പോകുന്ന വഴിക്ക് മാവൻചോട്ടിലായിരുന്നു, ഇപ്പൊ അത് നേരെ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ജോഷിന്റെ വർക്ക്ഷോപ്പിന്റെ അവിടുന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ അടുത്ത് വരുമ്പോൾ ഉള്ള സ്ഥലമാണ് ശാരദക്കവല. ഇവിടുന്ന് നമുക്ക് നേരെ ലെഫ്റ്റിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഇവിടുന്ന് രണ്ടാമത്തെ ഒരു കോൺക്രീറ്റ് വഴി, ആ വഴി നേരെ കയറി ചെല്ലുന്നത് നമ്മൾ ഈ പറഞ്ഞ ചാലാശ്ശേരി വ്യൂ പോയിന്റിലേക്കാണ്. ഈ വഴിയിലൂടെയാണ് നമുക്കിനി കയറി പോകേണ്ടത്. കാറുകളൊക്കെ കയറി
പോകും. അപ്പോൾ ഇതൊരു കോൺക്രീറ്റ് വഴിയാണ്, ഒരു ഭയങ്കരമായ ഒരു വീതിയൊന്നുമില്ല, പക്ഷെ കുത്തിനുള്ള കയറ്റമാണ്. ഇനി മുതൽ വഴി അങ്ങോട്ട് അല്പം ഒന്ന് കുറച്ചുകൂടി ഒന്ന് ഇടുങ്ങിയ വഴികളായിരിക്കും. പക്ഷെ എന്നാലും തീർച്ചയായിട്ടും നമുക്ക് കയറിപ്പോകാം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഓപ്പോസിറ്റ് വേറെ വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈഡ് കൊടുക്കാൻ ഇച്ചിരി പ്രയാസമായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ രണ്ട് സൈഡിൽ നമുക്ക് പൈപ്പ് കാണാം. അപ്പോൾ ഇവിടെ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും എങ്ങോട്ട് പോകണം എന്നുള്ളത്. ഞാൻ എന്താണെങ്കിലും ഈ പൈപ്പ് മിക്കവാറും മലയുടെ മുകളിലായിരിക്കും അതിന്റെ ടാങ്കി സ്ഥാപിച്ചിരിക്കുന്ന ഒരു ഐഡിയയിൽ നേരെ അങ്ങോട്ട് പോയി. ഇപ്പൊ ഇവിടെ വരെ നമ്മൾ ചിലപ്പോൾ വണ്ടി നിർത്തി ഇടേണ്ടി വരും കേട്ടോ. കാരണം വെച്ചാൽ പാറയാണ്. അപ്പൊ ഈ പാറയിൽ ചെറുതായിട്ട് ചെറിയ കുഴികളൊക്കെ അടയ്ക്കാൻ വേണ്ടി കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ രണ്ട് സൈഡിലും ഈ പറഞ്ഞതുപോലെ പൈപ്പ് സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ മുകളിൽ ഒരു ടാങ്ക് കാണാം. ആ ടാങ്കിൽ നിന്ന് ഈ ചുറ്റുവട്ടത്തേക്കൊക്കെ വെള്ളം എത്തിക്കുന്ന ജലനിധിയുടെ പൈപ്പുകളാണ് ഈ പോവുക. ഇവിടെ നിന്നൊക്കെ ഒരുപാട് കുരിശുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. കാരണം അതൊരു കുരിശുമലയായിട്ടാണ് അറിയപ്പെടുക. നമ്മുടെ ദുഃഖവെള്ളിയാഴ്ച ക്രിസ്ത്യാനികൾ കുരിശിന്റെ വഴിയൊക്കെ ആചരിക്കാൻ വേണ്ടിയിട്ട് 14 സ്ഥലത്ത് ഇതുപോലെ കുരിശ് സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പൊ നല്ല ചൂട്, നല്ല വെയിൽ ആണ് കേട്ടോ. കാരണം ഇവിടെ വേറെ തണലോ സംഭവങ്ങളൊന്നുമില്ല. എന്താണെങ്കിലും ഞാൻ ഈ ടാങ്കിന്റെ സൈഡിൽ നമ്മുടെ സ്കൂട്ടർ പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പൊ ഇതിലാട്ടോ നമ്മൾ വന്ന വഴി. ഇവിടുന്ന് താഴേക്കൊക്കെ നോക്കുമ്പോൾ ഭയങ്കര ഒരു ചെങ്കുത്തായ ഒരു ഫീലൊന്നും ഇല്ല. പക്ഷെ മഴക്കാലത്ത് ചിലപ്പോൾ നമ്മൾ തെന്നി വീഴാനൊക്കെ വെള്ളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേണം പാറയിൽ വഴുക്കലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ആ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടില്ല. അപ്പൊ ഇവിടെ നമ്മൾ കുറെ ദൂരം കൂടെ നടക്കണം. അങ്ങ് ദൂരെ വരെ നമ്മൾ നടന്നു പോകേണ്ടി വരും. ഈ പാറയുടെ ഈ റൈറ്റ് സൈഡിൽ തന്നെയാണെങ്കിൽ ഇവിടെ ഇഷ്ടംപോലെ കൃഷിയിടങ്ങളും ആൾക്കാരൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ. അങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ട് ഒരു വിജനമായ ഒരു സ്ഥലമല്ല. ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഇവിടെ താമസിക്കുന്നുണ്ട്. അപ്പൊ ആദ്യമേ തന്നെ നമ്മളെ എതിരേറ്റത് 2 കുപ്പിയാണ് കേട്ടോ. കാരണം നമ്മൾ ഇത് കൂടുതലാണ് ഇവിടെ പ്രതീക്ഷിച്ചത്. സാധാരണ ഇതിൽ ഈ കുപ്പിയൊക്കെ തല്ലി പൊട്ടിച്ചിട്ടിട്ട് പോകാറാണ് പതിവ്. എന്താണ് ഇത് പൊട്ടിച്ചിട്ടില്ല, അത് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. എങ്കിലും പതിപോലെ ഒരു മാലിന്യ കൂമ്പാരം കൂടി ഇവിടെ കണ്ടു കേട്ടോ. കാരണം ഇതങ്ങനെ അത്ര നിസാരമായ ഒരു മാലിന്യമല്ല, മരുന്നുകളാണ്. അപ്പൊ ഏതോ മെഡിക്കൽ സ്റ്റോറുകാരൻ കൊണ്ടേ കളഞ്ഞിട്ട് പോയതാണെന്ന് തോന്നുന്നു. എന്താണെങ്കിലും ഒരു വീട്ടില് ഇത്രയധികം മരുന്നുകളുടെ പാക്കറ്റ് ഉണ്ടാവാൻ സാധ്യത തീർച്ചും കുറവാണ്. ഈ നേരത്തും ചൂടൊരു പ്രശ്നമാണ് കേട്ടോ. നല്ല കാറ്റുണ്ട് ഇവിടെ, എന്നാലും അതുപോലെ തന്നെ നല്ല ചൂടുണ്ട്. ഇപ്പൊ ഏകദേശം ഒരു 3 മണി 4 മണിയൊക്കെ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അത് മാത്രമല്ല, ഈ പാറയൊക്കെ ഇങ്ങനെ ചുട്ട് പഴുത്ത് കിടക്കുവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നടക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ആവിയൊക്കെ നമ്മുടെ കാലിലേക്ക് ഇങ്ങനെ പറക്കണുണ്ട്. എങ്കിലും അതിനെ കഴിഞ്ഞൊക്കെ കൂടുതലായിട്ട് നമുക്ക് തോന്നുന്നത് നമ്മുടെ ഒരു ഒറ്റയ്ക്കാണല്ലോ നമ്മുടെ യാത്ര. അപ്പൊ അതൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇവിടെ ഒരു ചെറിയൊരു കെട്ട്, അതിൽ നമ്മുടെ ചെമ്പകമൊക്കെയാണെന്ന് തോന്നുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചെമ്പകത്തിന്റെ പൂവ്. അതിന്റെ ഒരു വാസനയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അധികം ഒന്നും ഇപ്പൊ എല്ലായിടത്തും അങ്ങനെ കാണാൻ കിട്ടില്ലാത്തൊരു സാധനമാണ് ചെമ്പകം. പണ്ട് മിക്ക വീടുകളിലും ചെമ്പകം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ കാര്യമായിട്ടൊന്നും ഈ ചെമ്പകപ്പൂ അങ്ങനെ കാണാറില്ല. കയറ്റം ഇച്ചിരി കടുകട്ടിയാണ് കേട്ടോ. കാരണം ഞാൻ നന്നായിട്ട് അണയ്ക്കുന്നുണ്ട്. നമ്മളിതേ അങ്ങ് ദൂരെ ആ നീല പെയിന്റ് അടിച്ച വാട്ടർ ടാങ്കിന്റെ അവിടെ നിന്നാണ് നമ്മളിങ്ങോട്ട് നടന്നു വരിക. അവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് അത്രയ്ക്ക് വലിയൊരു കയറ്റമായിട്ട് തോന്നുന്നില്ലെങ്കിലും ഈ നല്ല വെയിലത്ത് ഈ ചൂടിനൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് ഇതിലേക്ക് കയറി വരിക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ശ്രമകരമായ ഒരു പരിപാടിയാണ്. എങ്കിലും നല്ല കാറ്റുള്ളത് കൊണ്ട് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. നമ്മൾ പക്ഷേ ഒറ്റയ്ക്ക് വരുമ്പോൾ നമുക്ക് അതൊരു ബുദ്ധിമുട്ട്. നമ്മുടെ കൂടത്തിൽ ഒരാളും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞു വരുമ്പോൾ ഇതൊന്നും ഒരു പക്ഷെ നമ്മൾ അങ്ങോട്ട് ശ്രദ്ധിച്ചൊന്നും വരികയില്ല. എങ്കിലും ഭയങ്കര ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ. ഭയങ്കര രസമാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് വരേണ്ട ഒരു സ്ഥലമാണ് ഇവിടെ. അങ്ങനെ അവസാനം നമ്മൾ ഇതിന്റെ ടോപ്പിലെത്തി. അങ്ങനെ ചാലാശ്ശേരി വ്യൂ പോയിന്റ് അല്ലെങ്കിൽ ചാലാശ്ശേരി കുരിശുമലയിലേക്ക് നമ്മളിതാ എത്തിയിരിക്കുകയാണ്. ഇനി കുറച്ചു നേരം നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടങ്ങ് ആസ്വദിക്കാം. നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇതിനേക്കഴിഞ്ഞും ഉയർന്ന മലകളൊക്കെ അങ്ങ് ദൂരെ നമുക്ക് കാണാം കേട്ടോ. കാര്യം ഇത് നമ്മൾ വളരെ ഉയർന്നൊരു പ്രദേശത്താണേലും ഇതിനേക്കാളൊക്കെ ഒരുപാട് ഉയർന്ന പ്രദേശങ്ങളാണ് നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതൊരു വേറൊരു വ്യൂ ആണ്. ഇത് താഴെ നിന്നാണ് നമ്മൾ കയറി വന്നത്. അപ്പൊ ഇതിന്റെ കയറി വന്ന പൊസിഷനിൽ നമ്മുടെ ലെഫ്റ്റ് ഭാഗത്തായിട്ട് നമ്മൾ കാണുന്നത് ഇതാ കാണുന്ന കരിമണ്ണൂർ സ്കൂളൊക്കെയാണ്. പിന്നെ അതിന്റെ തൊട്ടപ്പുറത്ത് നമ്മൾ കാണുന്നത് വണ്ണപ്പുറം മുണ്ടമ്പുടി മലകളൊക്കെയാണെന്നാണ് പറയുന്നത് കേട്ടത്. നമ്മുടെ നേരെ മുന്നിൽ കാണുന്നത് ചെലവ് മലയാണ്. നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ്. അങ്ങ് ദൂരെ കാണുന്നത് അതാണ് നമ്മുടെ വാഗമൺ മലകളൊക്കെയാണ് അതേ കാണുന്നത്. അങ്ങനെ മലകൾക്ക് നടുവിലായിട്ടുള്ള ഒരു കൊച്ചു മല, അതാണ് ചാലാശ്ശേരി മല. ഈ മലയുടെ മുകളിൽ നിൽക്കുമ്പോൾ ചുറ്റുവട്ടത്തുള്ള പച്ചപ്പൊക്കെ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. അപ്പോൾ
അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കുക. അപ്പോൾ ഇതിലും മികച്ച വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.